ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി മലപ്പുറത്ത് പോയി എന്തൊക്കെയാണ് കഴിച്ചെന്ന് നോക്കിയാലോ. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ വിശപ്പിന്റെ വിളി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ബേക്കറി കയറി റോസ്റ്റഡ് കടയിൽ പിന്നെ ഈ സംഭവം എള്ള് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ടാക്കിയ സംഭവം തോന്നുന്നു കേട്ടോ. അതുപോലെ ഇരിക്കണേ നല്ല സോഫ്റ്റ് സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഊണ് തപ്പി ഇറങ്ങിയിട്ട് ഊണ് തപ്പി ഇറങ്ങിയത് ഈ ഒരു കടയിലാണ് ഞങ്ങൾ ചെന്ന് നിന്നത്. അവിടെ എന്താ സാധാ ചോറും അവിയൽ മീൻ പൊരിച്ചത് പിന്നെന്താ പൈനാപ്പിൾ പുളിശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഊണ് ആവറേജ് ആയിരുന്നു, വലിയൊരു ടേസ്റ്റ് ഉണ്ടായില്ല, ഞങ്ങൾ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഊണ് കഴിച്ച് ഇറങ്ങിയിട്ടോ. പിന്നെ നിങ്ങൾ ഓർക്കും ഫുഡ് കഴിക്കുന്ന വീഡിയോയിൽ ഈ റോഡിന് എന്താ പ്രസക്തി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിൽ കൂടെ പോയിട്ട് റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടേക്ക് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ നന്നാക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് വന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഒരു സിനിമയിൽ പറയും പോലെ ഈ റോഡ് കണ്ടിട്ട് എനിക്ക് വെള്ളം തോന്നുന്നു എന്ന് പറയും പോലെ ആയിപ്പോയിട്ട് എൻ്റെ ഒരു അവസ്ഥ. നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര എന്തോ കൊതിയോ എന്തൊക്കെയോ തോന്നിപ്പോയി. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു ചെറിയ ചെറുക്കൻ ജ്യൂസ് പാഷൻ ഫ്രൂട്ടിൻ്റെ മുന്തിരിൻ്റെ ഒക്കെ ജ്യൂസ് ഇങ്ങനെ കുപ്പിയിൽ വയ്ക്കുന്നുണ്ട്. അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരമായിട്ടേലും ചായക്കട തപ്പി ഇറങ്ങി ഒരു ചായക്കടയിൽ ചെന്ന് നിന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ പൊടിച്ചായയും സമൂസ കട്ട്ലേറ്റ് പിന്നെ കായ്പോള കണക്കത്തെ ഒരു സംഭവം അതൊക്കെ കഴിച്ചു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കട്ട്ലേറ്റൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് പിള്ളേർ രണ്ടുപേരും ചോക്ലേറ്റിൻ്റെ ഷേക്ക് ആകട്ടെ പറഞ്ഞത്. പിന്നെ അത് ഞങ്ങൾ കുറച്ചൊക്കെ കുടിച്ചു. അങ്ങനെ തിരൂരെത്തിയിട്ടേലും ഇത്താക്ക് ഐഫോൺ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയാവുന്ന ഒരു കടയിൽ കയറിയിട്ട്, പക്ഷേ അവിടെ സ്റ്റോക്ക് ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് അവരുടെ നിർഭാഗ്യം കൊണ്ട് ഉദ്ദേശിച്ച ഫോൺ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊക്കെ വന്നപ്പോൾ ഉപ്പിലിട്ട് സംഭവങ്ങൾ കണ്ടു. അവിടെ നിൽക്കാക്ക നെല്ലിപ്പുളിയും നെല്ലിക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു. നെല്ലിക്കയിൽ ഉപ്പ് പിടിക്കാത്ത കണക്ക് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായില്ല. അതെല്ലാം കഴിച്ച് ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് തപ്പി ഇറങ്ങിയിട്ടു. അങ്ങനെ ഞങ്ങൾ പറവൂർ മജ്ലിസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി കുഴിമന്തി പിന്നെന്താ ബട്ടർ നാൻ ബീഫ് റോസ്റ്റ് അത്രയ്ക്ക് വാങ്ങിച്ചോളൂ. അതെല്ലാം കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.